മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചത്. കാരണം നമ്മുടെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ഡെലിവറൻസിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാകുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ പോയിൻ്റായിട്ട് നമ്മൾ ചിന്തിച്ചത്, 9ാമത്തെ പോയിൻ്റായിട്ട് ചിന്തിച്ചത്, ദൈവവചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. അത് ദൈവത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അത് വലിയ വെളിപ്പാടുകളായിട്ട് നമുക്ക് വരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. അത് നിങ്ങൾ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ പുതിയ വെളിപ്പാടുകൾ വരികയില്ല. നിങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ ഓരോ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്തി കൊണ്ടുപോകുന്നതായിട്ട് നമ്മളെ കാണുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബുദ്ധിയിൽ ആശ്രയിക്കരുത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞു. ഇനി നമ്മൾ 10ാമത്തെ ആയിട്ടുള്ള കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ കാര്യം പറയുമ്പോഴേ, ഈ സത്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള കഴിവും പരിശുദ്ധാത്മാവാണ് തരുന്നത്. ദൈവത്തിൻ്റെ വലിയ മിഷൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, ദൈവത്തിൻ്റെ രാജ്യം വരണമേ എന്നുള്ളതാണ് യേശുവിൻ്റെ പ്രാർത്ഥന. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് നിങ്ങൾ കൂടിയും എന്നിൽ കൂടിയുമാണ്. അത് ഈ സത്യം നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മളത് അവസാനത്തെ ഒരു പോയിൻ്റായിട്ട് നമ്മളത് എടുത്ത് പറയുന്നുണ്ട്, കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ 7ാമത്തെ പോയിൻ്റായിട്ട് സുവിശേഷത്തിനായി നിൽക്കുക, അല്ലെങ്കിൽ ദ പവർ ഓഫ് മിഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മൾ വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പ്രത്യേകം പഠിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പറയേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഴിവ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്. ഇത് വേറൊരു രീതിയിലായാൽ അവിടെയൊക്കെ ഫെയിലിയർ വരും. ഇന്ന് ക്രിസ്ത്യൻ മിനിസ്ട്രികളുടെ ഫെയിലിയർ വരുന്ന ചില കാരണം കൂടിയാണത്. ഞാൻ ചില വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. അത് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. 1 കൊരിന്ത്യർ 2-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും നിങ്ങളുടെ ഇടയിലിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി എന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്തിലെ ആയിരുന്നു. ഇന്ന് ക്രിസ്ത്യൻ മിനിസ്ട്രി ഫെയിലറായി തീരുവാനായിട്ട് പ്രധാനമായിട്ട് 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഒരുപാട് കാരണങ്ങൾ കാണും, എന്നാൽ പരിശുദ്ധാത്മാവായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പറയാതെ സയൻസ്, ആർട്ട്, ഫിലോസഫി, സോഷ്യോളജി, ഹിസ്റ്ററി, എക്സ്പീരിയൻസ് ഇതൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി നിങ്ങൾക്ക് വെളിപ്പെട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ അത് പറയാതെ നമ്മൾ ആളുകളെ കൂട്ടാനായിട്ട് ആകർഷണമായിട്ട് പറയാൻ, ഇന്നലെ പൗലോസിൻ്റെ ഭാഷയിൽ 1 കൊരിന്ത്യർ 2-ന്റെ 5 പറയുന്നത് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല. അതായത് ഇതൊന്നും പറയാതെ നമ്മൾ ഫിലോസഫി പറയും, കുറേ കാര്യങ്ങൾ, ഹിസ്റ്ററി പറയും, ചില കൺക്ലൂഷൻസ് കൊണ്ടുവരും, സയൻസ് കൊണ്ടുവരും. എന്ത് പർട്ടിക്കുലർ പർപ്പസ് എന്താ? ആളുകളെയൊക്കെ ഇതിനകത്തേക്ക് ആകർഷിക്കുക. എന്നിട്ട് വേണമെങ്കിൽ അവരൊരു മാർക്കിടും, ആ സാറ് നല്ല പ്രസംഗമായിരുന്നു, നല്ലതായിരുന്നു, നമുക്ക് കേൾക്കാനായിട്ട് നല്ല ഇമ്പകരമായിരുന്നു എന്നൊക്കെ പറയും. എന്നാൽ അൾട്ടിമേറ്റ്ലി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ വന്നില്ലെങ്കിൽ ഈ പ്രസംഗം കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ തലമുറയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് അതേപടി വിട്ടുകളയുന്നൊരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടത്തെ പോലെ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ച് നോട്ട് എഴുതിയെടുത്ത് വീട്ടിൽ പോയിരുന്ന് അത് വായിച്ച് പഠിച്ച് ചിന്തിക്കുന്നവരല്ല. ഈവൻ പഠിക്കുന്ന സ്റ്റഡീസ് പോലും ഇന്ന് AI-യുടെ സഹായത്തിലും ബാക്കിയുള്ള ഗൂഗിൾ ചെയ്തും അല്ലെങ്കിൽ പല സൈറ്റുകളിൽ പോയി ഒക്കെ പഠിച്ചാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അല്ലാതെ പഴയതുപോലെ സാറന്മാർ പഠിപ്പിച്ച് നോട്ട് എഴുതിയെടുത്ത് പഠിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഇന്ന് കുറവാണ്.
ഞാനീ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാര്യവും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചാൽ തൽക്കാലം തല ഉലുക്കി അവരിറങ്ങിപ്പോകും. ഇത് ഒരു റീസണാണ് ഇന്നത്തെ ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ ഒരു ഫെയിലിയർ, പരിശുദ്ധാത്മാവിൻ്റെ കാര്യമല്ലാതെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്, ആത്മീയ പ്രകാശമില്ലാതെ ബൈബിള് പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സംഭവമുണ്ട്, ആത്മീയ പ്രകാശം. ഒരു സ്റ്റഡി പോലെ പഠിപ്പിക്കുന്നുണ്ട്. സ്റ്റഡി നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. സ്റ്റഡി ചെയ്യണമല്ലോ, ബൈബിള് സ്റ്റഡിയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി നമ്മൾ അങ്ങനെ പഠിക്കുന്നുണ്ട്. ഈ ഹെർമനോട്ടിക്സ് നമ്മൾ പഠിക്കുമ്പോൾ ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി, അതുപോലെ റിഫ്ലക്റ്റീവ് ബൈബിൾ സ്റ്റഡീസ്, നമ്മുടെ ഉള്ളിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പേഴ്സണലായിട്ടുള്ള ബൈബിൾ സ്റ്റഡി, എക്സ്പോസിറ്ററി ബൈബിൾ സ്റ്റഡി, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബൈബിൾ സ്റ്റഡീസിൻ്റെ ടെക്നിക്സൊക്കെ ഇന്ന് പലർക്കും അറിയാം. ഈ ടെക്നിക്സൊക്കെ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് തിയോളജിക്കൽ കോളേജിൽ ഒക്കെ പഠിക്കുന്നവരതെല്ലാം പഠിച്ചു വന്ന് ഇതെല്ലാം പഠിക്കും. പക്ഷേ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ അറിയണം, ആവശ്യമാണ്, അതെല്ലാം നല്ലതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് അതിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ എത്ര ബൈബിൾ സ്റ്റഡി ഉണ്ടെങ്കിലും അത് തലയിലിരിക്കത്തേ ഉള്ളൂ. അവിടെ നിന്ന് അതൊരു ഇൻഫർമേഷനായിട്ട് അവിടെ ഇരിക്കുകയല്ലാതെ അത് നിങ്ങളുടെ മനസ്സിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാണനിലോട്ട് അത് ചെല്ലത്തില്ല. നിങ്ങളുടെ പ്രാണനിലോട്ട് ചെന്നാൽ അവിടെ ഒരു ചേഞ്ച് വരുള്ളൂ. അവിടെയാണ് ചേഞ്ച് വരേണ്ടത്. നിങ്ങളുടെ ഇമോഷന്, നിങ്ങളുടെ ഇച്ഛാശക്തി, നിങ്ങളുടെ മനസ്സിന് ഒക്കെയുള്ളൊരു ചേഞ്ച് വരണമെങ്കിൽ അത് അങ്ങോട്ട് ചെല്ലണം. അത് ചെല്ലുന്ന എവിടെയാണ്? ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് അത് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളിവിടെ പൗലോസ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പറയുന്നതാണ്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കണം. വിശ്വാസം വർദ്ധിക്കുന്നത് നമ്മൾ കുറേ പ്രസംഗം വേണം, പക്ഷേ പ്രസംഗം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ ശക്തി അതിനകത്തൂടെ വരണം. എന്തെങ്കിലും കേട്ടിട്ട് കാര്യമല്ല. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യവും ഇത് തന്നെയാണ് പറയുന്നത്. ഈ നമ്മുടെ മിനിസ്ട്രിയുടെ ഫെയിലിയർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലല്ലാതെ ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല ഇവിടെ ആവശ്യം. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും നിങ്ങളുടെ മുമ്പിലിരുന്നു. കാരണം എന്താണ്? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇരിക്കണമെന്ന് ഞാൻ നിർണ്ണയിച്ചു. എന്താ അതിൻ്റെ കാരണം? പൗലോസിന് ഒരുപാട് ജ്ഞാനമുണ്ട്. ഒരുപാട് പേര് പഠിച്ചു. ഗമാലിയലിൻ്റെ കീഴിലിരുന്ന് പഠിച്ചവന്, ന്യായപ്രമാണത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്നവൻ, ആ സമയത്തുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റി നോളജും പഠിച്ചൊരു വ്യക്തിയാണ് പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. കാരണം ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഞാനത് ഛേദമെന്ന് എണ്ണിക്കളയുക. കാരണം അത് എൻ്റെ ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു ഉയരത്തിലാണ് ഇരിക്കുന്നത്. അതവിടുന്ന് മാറി അത് ചിലപ്പോൾ എന്നെ സഹായിക്കും, എൻ്റെ വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. എന്നാൽ അതിലുപരിയായിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ബുദ്ധിയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയുമാണ് ആവശ്യമെന്ന് അവിടെ പറയുന്നു. ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനത്താലും, ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ദ പവർ, അതാണ് വേർഡ്. ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ഇറ്റ്സ് പവർ. ആത്മാവിൻ്റെ പ്രദർശനം. ആത്മാവിൻ്റെ പ്രദർശനം എന്ന് പറഞ്ഞാൽ എന്തോ? ആത്മാവിൻ്റെ പ്രദർശനം, ആത്മാവിനെ കാണാൻ പറ്റത്തില്ലല്ലോ. അത് പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയാണ് പിന്നെ? അത് പ്രദർശിപ്പിക്കുന്നത് അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനം അവിടെ വരുമ്പോൾ ഒരു മിറക്കിൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതാണ് പ്രദർശനം എന്ന് പറയുന്നത്. ആത്മാവിനെ ആർക്കും കാണാൻ പറ്റത്തില്ല. പബ്ലിക്കിൻ്റെ ഇടയിൽ പ്രസംഗിക്കുമ്പോൾ ആത്മാവിനെ കാണാൻ പറ്റുമോ? അങ്ങനെയാണ് ആദിമസഭയിലെ ആത്മാവിൻ്റെ പ്രദർശനം വന്ന അഗ്നിനാവ് പോലെയുള്ള നാവുകൾ. അതിന് ഇതൊരു പ്രദർശനമാണ്. അതാണ് ഈസ പ്രദർശനം. പലയിടത്തും നമ്മൾ കാണാം, പുതിയ നിയമത്തിലെ യേശുവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത് പ്രാവ് പോലെ, ഇങ്ങനെയുള്ള ഫയർ, തീ പോലെ, അല്ലെങ്കിൽ അഗ്നിനാവ് പോലെ, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രദർശനങ്ങളുണ്ട്. ഇത് പറയുമ്പോൾ ചില ആളുകൾ എന്നോട് യോജിക്കത്തില്ല. ഇന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രദർശനം നോക്കിയിരിക്കുകയാണോ, ദൈവവചനമില്ലേ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ചില മിറക്കിൾസൊക്കെ ആവശ്യമാണ്. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലുള്ള മിഷൻ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്കറിയാം, അത് ശരിക്കറിയാം. കേരളത്തിൽ അറിയത്തില്ലെങ്കിലും, കാര്യമായിട്ട് അറിയത്തില്ലെങ്കിലും, നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ ശരിക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ പ്രദർശനം ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധ്യമാകും. അതുകൊണ്ട് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് പവർ അത് ഇന്ന് ആവശ്യമാണ്. എന്തിനാണ്?
നമ്മളെ വിടുവിക്കാനായിട്ട്. അന്നേരം ഇന്നത്തെ പല ശുശ്രൂഷകളും ഫെയിലായി തീരുന്നതിൻ്റെ കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കാര്യങ്ങളൊന്നും അല്ല, വേറെ പല ശക്തികളാണ്. ഞാൻ അതിലേക്ക് ചെല്ലുന്നില്ല. തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 1 അധ്യായത്തിൻ്റെ 5 വാക്യം, ഇതും പൗലോസ് പറഞ്ഞ കാര്യമാണ്. 1 തെസ്സലോനിക്കർ 1:5. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. വചനമുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സൂചിപ്പിച്ച വചനമുണ്ട് എന്ന് പറയുന്നവർക്കുള്ള ഉത്തരമാണിത്. നിങ്ങൾക്ക് എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ ഡെമോൺസ്ട്രേഷനെക്കുറിച്ചും ഒക്കെ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണിത്. 1 തെസ്സലോനിക്കർ 1:5. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അതുകൊണ്ട് ദ ഗോസ്പൽ കെയിം ടു യു നോട്ട് ഓൺലി ഇൻ വേർഡ് ബട്ട് ആൾസോ ഇൻ പവർ ആൻഡ് ഇൻ ഹോളി സ്പിരിറ്റ് ആൻഡ് ഇൻ മച്ച് അഷ്വറൻസ്. പരിശുദ്ധാത്മാവ് കൺവിക്ഷൻ കൊടുക്കുകയാണ്, ബഹുനിശ്ചയം ഹൃദയത്തിൽ കൊടുക്കുന്നത്. നമ്മളെ പ്രസംഗങ്ങൾക്ക് ബഹുനിശ്ചയം പരിശുദ്ധാത്മാവ് കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രസംഗമൊക്കെ ശരിയായിട്ട് വരും. അത് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരുമ്പോഴത് പറയാം. പ്രാർത്ഥന, വലിയ കൂട്ടം ഇതിൻ്റെ പുറകിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഈ വാക്കുകൾ കൂടിയെല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും, ശക്തിയായി പ്രവർത്തിക്കും. അതുപോലെ തന്നെ ചില അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുകയും ചെയ്യും. ആദിമസഭയിൽ ഉണ്ടായിരുന്നു അന്ന്. അത്രയും ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ എഴുതപ്പെട്ട ദൈവവചനോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എഴുതപ്പെട്ട ദൈവവചനം ഉണ്ടെങ്കിൽ അത് നിന്ന് പോയിട്ടൊന്നുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും അതിൻ്റെ പ്രകടനവും അതിൻ്റെ ഡെമോൺസ്ട്രേഷനും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി 1:8 അടുത്തൊരു വാക്യം, അത് ഇങ്ങനെയാണ്. ആദ്യം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടവും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അതായത് പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോഴേ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്തിനാണ്? യേശുവിനെ വിറ്റ്നസ് ചെയ്യാനായിട്ടുള്ള ശക്തി ലഭിക്കും. ലോകത്തിൻ്റെ അറ്റത്തോളം പോയി യേശുവിനെ വിറ്റ്നസ് ചെയ്യാനായിട്ടുള്ള ശക്തി ലഭിക്കും. അത് ഈ ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമ്മളെ പ്രത്യേകം മനസ്സിലാക്കുക, നമ്മുടെ ഡെലിവറൻസിൻ്റെ നമുക്ക് വിടുതൽ തരേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോഴാണ്. ഒരാൾ കൈവച്ചുകൊണ്ടൊന്നും വിടുതൽ വരണമെന്നൊന്നുമില്ല. ചില ആളുകൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു കൈവപ്പ് ശുശ്രൂഷ ഉണ്ടായിരിക്കാം. പ്രാർത്ഥിക്കുമ്പം പിശാചൊക്കെ ഇറങ്ങിപ്പോതാണ്. ഞാൻ വിശ്വാസത്തെ ഉദ്ദേശിച്ച് പറയുകയാണ്. ആ കൈവപ്പ് കൊണ്ടൊന്നും ചിലപ്പം നമ്മൾ തന്നെ ദൈവസേനയിൽ പ്രാർത്ഥിക്കുകയും അവിടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, കർത്താവേ നീ നിൻ്റെ ആത്മാവിനാൽ എന്നെ ഹീൽ ചെയ്യണമേ, എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ട് 10ാമത് പറഞ്ഞ കാര്യം, പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തിയും കഴിവും പകർന്നു തരും. എന്തിനാണ്? അവനെ വിറ്റ്നസ് ചെയ്യാനായിട്ടുള്ള ശക്തിയും കഴിവും നമുക്ക് പകർന്നു തരും. അല്ലാതെയുള്ള ശുശ്രൂഷകൾ ജഡീകമാണ്, നമ്മൾ ജഡത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ലോജിക്കായിട്ടുള്ള ചിന്തകളൊക്കെ കൊണ്ട് ആളിനെ കൺവിൻസ് ചെയ്യിക്കാനാണ്. ചിലർ കൺവിൻസ് ചെയ്യപ്പെട്ടാൽ നല്ലതാണ്. അതിൻ്റെ പുറകിൽ നല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങും, കൺവിൻസ്ഡ് ആവും. അല്ലാതെ നമ്മൾ പോയിട്ട് ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ നടത്തി ഇത് എലൈറ്റ് ക്ലാസ്സാണ് ഇവരെ കൺവിൻസ് ചെയ്യിക്കാമെന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ഡിബേറ്റുകൾ ഒരുപാട് നമ്മൾ കേൾക്കാറില്ലേ, നടത്താറില്ലേ. ഈ ഡിബേറ്റുകളിലേക്ക് അൾട്ടിമേറ്റായിട്ടുള്ള റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ഡിബേറ്റ് ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ അതിനകത്ത് ശുശ്രൂഷ ഇൻവോൾവ് ചെയ്യുന്നൊരു മോശമാണെന്നൊന്നും അല്ല പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. 11ാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്, ഹോളി സ്പിരിറ്റ് ഹാസ് ദ പവർ ടു ടീച്ച് us ഹൗ ടു പ്രേ. നമ്മളെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. പല വേർഡ്സിൽ വായിച്ചാണ്, എന്നാലും 2-3 വാക്കും കൂടെ പറയാം. യൂദയുടെ ലേഖനം, യൂദയ്ക്കൊരു പുസ്തകത്തിനകത്ത് ഒരു അധ്യായമേ ഉള്ളൂ. അതിലെ 20ാം വാക്യം, പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. പ്രാർത്ഥിക്കുന്നത് പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കും. ഇത് വലിയൊരു വിഷയമാണ്. ഈ പരിശുദ്ധാത്മാവിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ചില ആളുകൾ ചോദിക്കും, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതാണോ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കും. ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ അതിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ വാക്യം വീണ്ടും നമ്മൾ എടുത്ത് പറയുന്നതാണ്.
അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് ആ സമയത്ത് കൂടുതലായിട്ട് ചിന്തിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മറന്നുപോലെ. ഇതേ കാര്യം തന്നെ എഫേസ്യർ 6:18 പറയുന്നുണ്ട്, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുക എന്നുള്ളതാണ്. ഓൾ പെർസിവറൻസ്, പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുക എന്നുള്ളതാണ്. ഈ സ്ഥിരത കാണിക്കുന്നത് 2-3 തരത്തിലുണ്ട്. എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട്. സകല പ്രാർത്ഥന, യാചന, പ്രാർത്ഥനയുണ്ട്, യാചനയുണ്ട്, ഏത് നേരത്തും പ്രാർത്ഥിക്കാം, ആത്മാവിൽ പ്രാർത്ഥിക്കാം. അതിനകത്ത് കൺസ്റ്റൻ്റായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ വരുന്നത്. അതിനകത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ആത്മാവിൽ അല്ലാതെയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയും അവിടെ വരുന്നുണ്ട്. ഓക്കെ, റോമർ 8:26 പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത വാക്യമാണ്. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ജനങ്ങൾ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഇവിടെയും കാണുന്നത് എന്താണ്? ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഇവിടെ ആത്മാവാണ് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ ബലപ്പെടുത്തുന്നത് ആത്മാവാണ്. ഈ ആത്മാവിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ഒരു എപ്പിസോഡ് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. നമ്മളൊരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പ്രേരണ തരുന്നത്, അങ്ങനെ പറയുന്നത് കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് പ്രേരണ തരുന്നത്, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മുടെ ആത്മാവുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ ഉള്ള ആത്മാവ്, ദൈവം തന്ന ആത്മാവ്. ആ ആത്മാവ് നമ്മുടെ മനസ്സിനോട് പറയുകയും അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ എല്ലാം തന്നെ ആത്മാവ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നാണ് റോമർ 8:26 പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമ്മൾ അറിയാതെ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വേറൊരു ഫോമിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആത്മാവ് കൊടുക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് 26-ാം വാക്യത്തിൽ വരുന്നത്. അത് ഞാനിന്ന് 2 കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഒന്ന്, പരിശുദ്ധാത്മാവാണ് ശുശ്രൂഷയ്ക്കുള്ള കൃപ തരുന്നത്. ശുശ്രൂഷ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടിയായിരിക്കണം നമ്മുടെ ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത്, പ്രാർത്ഥിക്കാനായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ഏത് രീതിയിലാണെന്നൊന്ന് വിശകലനം ചെയ്യുന്ന നല്ലതാണ്. എന്തിനാണ് ഇതെല്ലാം പറയുന്നതെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവാണ് നമ്മളെ വീണ്ടെടുക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ നിലനിർത്തുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ രക്ഷിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ കർത്താവിനോട് ചേർക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നത് എല്ലാം പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഇത് ദൈവവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഡെലിവറൻസിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറയുകയും അവൻ പറയുന്നത് പോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത്. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. തീർമാനമായിട്ട് നിങ്ങളിത് വാച്ച് ചെയ്യുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞങ്ങൾ നിറഞ്ഞ് കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളല്ല, അപ്പം അതിനുപരിയമായിട്ട് ആത്മീയമായിട്ടുള്ള പ്രകാശത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ബൈബിള് മനസ്സിലാക്കുവാനും ആ വെളിപ്പാടിൽ കാര്യങ്ങളെ ചെയ്യുവാനും ഞങ്ങളെ ഇടവരുത്തണമേ, സഹായിക്കണമേ. ജഡീയരായി പോകുവാനായിട്ട് കർത്താവെ ഞങ്ങളെ നീ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ബുദ്ധിയിൽ ട്രസ്റ്റ് ചെയ്യുന്നവരാ കർത്താവെ, അതിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മൻ്റെ ശക്തി നിൻ്റെ വചനത്തിൽ കൂടി വ്യാപരിക്കുമ്പോൾ അതുവഴി ചെയ്യുവാനായിട്ട് നീ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എന്നാൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത് കർത്താവെ നിന്നിൽ ആയിരിക്കുന്ന സമയത്താണ്, നീയുമായിട്ടുള്ള ആ റിലേറ്റീവായിട്ടുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത സമയത്താണല്ലോ. അത് ഞങ്ങൾ തിരിച്ചറിയുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, പല ഡെലിവറൻസ് ഭവനത്തിൽ ആവശ്യമുള്ളവരിത് കാണുന്നുണ്ടല്ലോ. കർത്താവെ, രോഗത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മനസ്സിലെ കർത്താവെ ഡിപ്രഷനിലായിരിക്കുന്നവരെ, അതുപോലെ പലതായിട്ടുള്ള ഈവിളായിട്ടുള്ള പല അറ്റാക്കുകളിലായിരിക്കുന്നവരെ, കടഭാരങ്ങളിലുള്ളവരൊക്കെ ഇത് കാണുകയും ഇത് വാച്ച് ചെയ്യുകയും ചെയ്യുന്നു. കർത്താവെ, ഹൃദയത്തിലെ ഏത് പ്രയാസങ്ങളായാലും ദൈവകരങ്ങളിലോട്ടൊന്ന് സമർപ്പിച്ച് അവിടെ എല്ലാം തന്നെ, ആ ശൂന്യതയിലെല്ലാം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്ന് നിറയുവാനായിട്ടും കർത്താവെ അവിടെ എല്ലാം
അവർക്കെല്ലാം വലിയൊരു എൻകറേജ്മെൻറ്റ്, കർത്താവ് ഉണർവ്, അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടും അവരെല്ലാം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നീയാണിതെല്ലാം ഞങ്ങളെ നിറയ്ക്കുന്നതെന്ന് ഉള്ള ചിന്ത ഞങ്ങളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും 9:30 മണിയാകുമ്പോഴേ നിങ്ങളുടെ ഡിവൈസിൽ ഇത് കിട്ടുന്നതാണ്. വൈകിട്ട് 9:30 ഇത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് നിങ്ങൾ വാച്ച് ചെയ്യണം, തുടർമാനമായിട്ട് ഇത് കാണണം. അതുപോലെ എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. പ്രായർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.